അബ് കി അദാലത്തിൽ ലോക് ജനശക്തി പാർട്ടിയുടെ നാഷണൽ പ്രസിഡന്റ് ചിരാഗ് പാസ്വാന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം ഇദ്ദേഹം ഒരു ആക്സിഡന്റൽ പൊളിറ്റീഷ്യനാണ് എന്നുള്ളതാണ്. ചിരാഗ്, താങ്കളുടെ അച്ഛൻ രാംവിലാസ് പാസ്വാൻ ഒരു വലിയ പൊളിറ്റീഷ്യൻ ആയിരുന്നു. അദ്ദേഹത്തിന് ധാരാളം ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു, മന്ത്രിയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുമാത്രമല്ല, ഇലക്ഷനിൽ കൂടുതൽ വോട്ട് നേടി ജയിച്ച ആളെന്നുള്ള ഗിന്നസ് റെക്കോർഡും അദ്ദേഹത്തിന്റെ പേരിലാണ്. നിങ്ങളുടെ വീട്ടിൽ ഇത്രയും പേരുണ്ടായിട്ടും താങ്കൾ രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമൊന്നും തുടക്കത്തിൽ കാണിച്ചിരുന്നില്ല. സർ, ഐ ഡോണ്ട് നോ. അതായത് ഞാൻ എങ്ങനെ ഇത് പറയണ്ടെന്നറിയില്ല. പക്ഷെ അത് ഇത് വെറും തുടക്കം മാത്രമാണ് ചിരാഗ്. ഞങ്ങളെപ്പോലത്തെ നെപ്പോ കിഡ്സ് ഒക്കെ രണ്ട് സൈഡിൽ ഷാർപ്പായിട്ടിരിക്കുന്ന കത്തിയുടെ മേത്ത് നടക്കുന്ന പോലെയാ. ഇപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അച്ഛൻ്റെ വഴിക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു പക്ഷേ അച്ഛൻ്റെ വഴിക്ക് നടക്കുവാണെങ്കിൽ അതിനേക്കാൾ വലിയ പാപമൊന്നും ഇല്ലല്ലോ. ആക്ച്വലി ആ സമയം ഞാൻ വേറെ ഒരെണ്ണമായിരുന്നു തീരുമാനിച്ചത്, ആൾട്ടർനേറ്റ് കരിയർ ആദ്യം ട്രൈ ചെയ്തു. ട്രെയിലർ കണ്ടതിന് ശേഷമാണ് ഒന്നും ശരിയാവത്തില്ലെന്ന് എനിക്ക് തോന്നി വന്നത്. എന്തുകൊണ്ടാണ് കങ്കണ റണാവത്തിനെ ഇഷ്ടപ്പെട്ടില്ല? അത് ഫിലിം ഇൻഡസ്ട്രി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കുന്നത് അത്ര ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഞങ്ങളിപ്പോൾ ഒരുമിച്ചാണ് പാർലമെന്റിലോട്ട് വരുന്നത്. താങ്കൾ കുറച്ചുനാൾ ഫാഷൻ ഡിസൈനർ കരിയർ ചെയ്യാനും നോക്കിയല്ലേ? അതെ, പക്ഷേ ദാറ്റ് വാസ് ഫോർ എ വെരി ഷോർട്ട് ടൈം. നിങ്ങൾക്കല്ലാണ്ട് അത് ആർക്ക് നന്നായിട്ട് അറിയാം. ദാറ്റ് വാസ് ലൈക്ക് സമ്മർ വെക്കേഷനിൽ എനിക്കൊരു ഷോർട്ട് പീരീഡ് ആയിട്ട് ഉപയോഗപ്പെട്ടിരുന്നു. ഇതൊക്കെ സ്കൂൾ സമയത്ത് നടന്ന കാര്യമായിരുന്നു, ആ കാലത്ത് നടന്ന ഒരു ചെറിയ വിഷയമല്ലേ. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ എക്സ്പെരിമെന്റ്, അത്ര തന്നെ ഉള്ളൂ. പക്ഷേ അതങ്ങോട്ട് അത്ര ശരിയായില്ല. പിന്നെ ലാസ്റ്റ് രാഷ്ട്രീയക്കാരൻ്റെ മോൻ രാഷ്ട്രീയക്കാരനായിട്ട് തന്നെ ആവണം, അത്ര തന്നെ. നോ ഡൗട്ട് ഓൺ ദാറ്റ്. അതായത് മറ്റുള്ള സ്ഥലങ്ങളെല്ലാം ഫ്ലോപ്പ് ആയതുകൊണ്ട് ലാലു യാദവ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, താങ്കളുടെ അച്ഛൻ രാംവിലാസ് പാസ്വാൻ ഒരു ഫോർകാസ്റ്റർ ആണെന്ന്. ഏത് പാർട്ടി ജയിക്കാൻ പോകുന്നു, ഏത് പാർട്ടി തോൽക്കാൻ പോകുന്നെന്ന് അദ്ദേഹത്തിന് നേരത്തെ അറിയാമെന്ന്. ഇപ്പോൾ 2014 താങ്കൾ വെതർ ഫോർകാസ്റ്ററായി മോദിയുടെ സൈഡിലേക്ക് വരാൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മോനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ അതേ ഗുണമല്ലേ എനിക്കും കാണത്തുള്ളൂ. എല്ലാ കാര്യവും അദ്ദേഹത്തിന്റെ അടുത്തു നിന്നാണ് കിട്ടിയത്. അത് മാത്രമല്ലാണ്ട് എല്ലാ കാര്യവും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് എന്റെ അച്ഛൻ മാത്രമായിരിക്കും കാരണം. രാഷ്ട്രീയത്തിൽ ആരാ ജയിക്കുന്നതെന്നുള്ളതൊന്നും വലിയ കാര്യമല്ല. ജനങ്ങൾ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്, ആരുടെ ഒപ്പമാണ് പോകുന്നതെന്നുള്ളതാണ് ശരിക്കുള്ള കാര്യം. ഞങ്ങൾ ഇതുവരെ പോസ്റ്റ് പോൾ അലയൻസസ് ഒന്നും ചെയ്തിട്ടില്ല. അതായത് ഇത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമാണ്. കാരണം ഞങ്ങളുടെ പാർട്ടി അച്ഛൻ ആരൊക്കെ സപ്പോർട്ട് ചെയ്തോ അവരൊക്കെ ജയിച്ചിരിക്കുവാണ്. അതാണ് സത്യവും. ഇപ്പോൾ 2014 ആ സമയത്ത് താങ്കൾ UP ഉണ്ടായിരുന്നു, കോൺഗ്രസ് അലയൻസ് ആയിരുന്നു. സോണിയാഗാന്ധി താങ്കളുടെ നെയ്ബറായിരുന്നു, തൊട്ടടുത്ത് തന്നെ വീട്. ചില സമയങ്ങളിൽ നടന്നു തന്നെ അവർ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിരുന്നു. അതെ, പക്ഷെ ചിരാഗ് പാസ്വാൻ അവരെ പറ്റിച്ചു കളഞ്ഞല്ലോ. ആരെയും പറ്റിച്ചൊന്നുമില്ല സർ. ഐ തിങ്ക് അത് നീഡ് ഓഫ് ദി ഹോർ ആയിരുന്നു. പിന്നെ പ്രധാനമന്ത്രിയുടെ ഇമ്പാക്ട് ഒരുപാട് എൻ്റെ പക്കലുണ്ട്. അദ്ദേഹത്തെ ഞാൻ മുഴുവൻ മനസ്സോടെ അക്സെപ്റ്റ് ചെയ്തു. അത് മാത്രമല്ലാണ്ട് ആ സമയം നോക്കുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ വിഷൻ, ഞാനൊരു പഠിച്ച യങ്സ്റ്ററാണ്, അതുകൊണ്ട് ഞാൻ ആ ജാതി മതവും വെച്ച് രാഷ്ട്രീയം ചെയ്തില്ല എന്നായിരുന്നു. ആൻഡ് ഐ സേ ദാറ്റ് ഐ കം ഫ്രം ബീഹാർ. അവിടെ ഒരുപാട് ജാതികളും മതങ്ങളും പിന്നെ ഒരുപാട് ഡൈവേഴ്സിറ്റീസും ഉള്ളതാണ്. ആദ്യമായിട്ട് നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രി 1.2 ബില്യൺ ജനങ്ങൾക്ക് വേണ്ടി, അവരുടെയൊക്കെ വളർച്ചയ്ക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരുന്നു. അത് 2014 സംഭവിച്ചതും. അതെന്നെ ഒന്ന് ശരിക്കും തിരിഞ്ഞ് നോക്കിപ്പിച്ചു. അന്ന് ആരംഭകാലത്തിൽ അദ്ദേഹം പറഞ്ഞ കറക്റ്റാണ്, ഹി വാസ് നോട്ട് റെഡി. അലയൻസ് ചേഞ്ച് ചെയ്യാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു. ഇവൻച്വലി അദ്ദേഹം അത് പിന്നെ ചേഞ്ച് ചെയ്തു. ഇപ്പോൾ താങ്കൾ മോദിയുടെ ഹനുമാനായിരിക്കുന്നു. ഇവൻച്വലി. ഇതിന്റെ പിന്നിലൊരു കഥയുണ്ട്. ശരി, ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത്. അതായത് ഞാൻ എന്തിനു വേണ്ടി ഹനുമാനായ, എന്തുകൊണ്ടായെന്നൊക്കെ. അന്ന് 2020 തെരഞ്ഞെടുപ്പ് നടക്കുമായിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിലൊക്കെ ഞങ്ങൾ തനിച്ചാണ് നിന്നത്. തെരഞ്ഞെടുപ്പിൽ തനിച്ച് നിന്നായിരുന്നു ഞാൻ. അപ്പോൾ ഇന്ത്യ അലയൻസസിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. സോ ഐ ഓപ്റ്റഡ് ഔട്ട് ഓഫ് ദ അലൈൻ. സോ ആ സമയം ഞാൻ തനിച്ചായിരുന്നു തിരഞ്ഞെടുപ്പിൽ നിന്നത്. ആ സമയം ഞാൻ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഒരു സ്ഥലത്തും ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഞാൻ റെക്കോർഡിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, അദ്ദേഹം എൻ്റെ മനസ്സിലുണ്ട്. ക്യാമ്പയിന് വേണ്ടി ഒരിക്കലും അദ്ദേഹത്തിന്റെ ഫോട്ടോ ഞാൻ ഉപയോഗിക്കില്ലെന്നാണ് പറഞ്ഞത്. അദ്ദേഹം എൻ്റെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് ഹനുമാനാണ്. എന്നാലും ഒരു മറു അഭിപ്രായവും ഉണ്ട്. രാംവിലാസ് പാസ്വാൻ മണ്ഡൽ കമ്മീഷൻ കൊണ്ടുവന്ന ആളാണെന്ന്. അതെ, അദ്ദേഹം എപ്പോഴും ഷെഡ്യൂൾ കാസ്റ്റിന് വേണ്ടിയും സാധാരണക്കാർക്ക് വേണ്ടിയും ജീവിച്ചൊരു വ്യക്തിയാണെന്നും. ഇപ്പോൾ ലാലുജി എന്താ പറയുന്നതെന്ന് വെച്ചാൽ, മോദി 3ാമത്തെ പ്രാവശ്യം ഭരണത്തിൽ വരികയാണെങ്കിൽ ഭരണഘടന ഇല്ലാതാകും, റിസർവേഷൻ ഇല്ലാതാകുമെന്ന് പറയുന്നു. അതേ ഒരു കാര്യം പറയൂ, ശരിക്കും ഇതൊക്കെ എന്തിനു വേണ്ടിയാ ചെയ്യാൻ പോകുന്നത്? അതെ, ഇത് ലാലു പ്രസാദാണ് പറഞ്ഞത്. അതെ, പക്ഷെ അവർ കാരണം പറയണ്ടേ? എന്ത് കാരണം കൊണ്ടാന്ന് പറഞ്ഞേ?
എന്ത് കാരണം കൊണ്ടാ അദ്ദേഹം ഈ കോൺസ്റ്റിറ്റ്യൂഷനെ നശിപ്പിക്കാൻ പോകുന്നെന്നും പറയണം, എങ്ങനെയാ മാറ്റാൻ പോകുന്നെന്നും പറയണം. ഒരു പ്രധാനമന്ത്രി എന്ത് കാരണം കൂടിയാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ പല വർഷത്തിന് അദ്ദേഹം ഗുജറാത്തിൽ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു, 2 പ്രാവശ്യം അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്നു, ഇനി 3-ാമത്തെ പ്രാവശ്യം അദ്ദേഹം തന്നെ ആയിരിക്കും അത്. ഒരു മനുഷ്യൻ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന കാരണം കൊണ്ട് മാത്രമാണ് നാട്ടിൽ പല സ്ഥലങ്ങളിൽ പല പൊസിഷനിൽ ഇരുന്നിരിക്കുന്നത്. ശരി, കാരണം എന്താണ്? അദ്ദേഹം എന്തുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്? അതിന്റെ കാരണം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല, ഇത് ബാഹ സാഹിബ് ഉണ്ടാക്കിയ കാര്യമാണ്. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ മുമ്പിൽ വന്ന് നിന്ന് ഞാൻ എന്ത് ചെയ്താലും ശരി, ഞാൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മേലെ സത്യമായിട്ട് അങ്ങനെ ചെയ്യത്തുള്ളൂ എന്നാണ് സത്യം ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ നശിക്കാൻ പോവാന്ന് പറയുന്ന ആ ആൾക്കാരൊക്കെ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ തെറ്റായ രീതിയിലാണ് ഉപയോഗിക്കുന്നത്, നാടിനെ തെറ്റായ രീതിയിലാണ് വഴി നടത്തുന്നതും. ജനസംഖ്യയുടെ നാശത്തിനെ കുറിച്ച് സംസാരിക്കുന്ന എല്ലാവരും തന്നെ, ഈ നാട്ടിൽ ജനകീയത അവസാനിക്കാൻ പോവാന്ന് പറയുന്ന എല്ലാവരും എമർജൻസിയിൽ എന്താ പറ്റിയത്? ഇപ്പം നിങ്ങൾ ആ മര്യാദയുള്ള ലാലുജിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അദ്ദേഹം എമർജൻസി സമയത്ത് എന്താ ചെയ്തത്, എല്ലാവർക്കും എന്താ പറ്റിയെന്ന് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ സർ. ഇവരെല്ലാവരും തന്നെ ഈ കുഴപ്പം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. 2015 ബീഹാറിലെ പാർലമെന്റ് ഇലക്ഷൻ നടക്കുമായിരുന്നു. ആ സമയം അവരവിടെ ഈ ഇടമൊന്നും ഒതുക്കത്തില്ല, ഈ സ്ഥലം ഒതുക്കത്തില്ല എന്ന് പറഞ്ഞൊരു റൂമർ സ്പ്രെഡ് ചെയ്തു. മോശമായ രീതിയിൽ ഒരു കാര്യവും ചെയ്തു വെച്ചിരുന്നു. മുഴുവൻ തെരഞ്ഞെടുപ്പും അതിനെ സംബന്ധിച്ചു പോയി. പിന്നെ ഒരു 10 വർഷമായി ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. റിസർവേഷനോ ഒന്നും സംഭവിക്കില്ലെന്നുള്ള വല്ല ഗ്യാരണ്ടിയും കിട്ടിയോ? ഞാൻ ഗ്യാരണ്ടി തരാം സർ, ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ രാഷ്ട്രീയത്തിലുള്ളവരെ ഞങ്ങളൊരു കാവലാളിയായിട്ടേ ഇവിടെ ഇരിക്കത്തുള്ളൂ. ഈ സൊസൈറ്റിയിൽ താഴ്ത്തപ്പെട്ടിരിക്കുന്നവരെ, ദളിത്, കഷ്ടപ്പെട്ടു വരുന്ന കുടുംബത്തിലെ ആൾക്കാരെ കാക്കുന്ന കാവലാളിയായിരിക്കും. ഇപ്പോഴും അവരെ കൊണ്ട് അതിൽ നിന്നൊന്നും എസ്കേപ്പായി വരാൻ പറ്റിയിട്ടില്ലെന്നേ പറയാൻ പറ്റുള്ളൂ സർ. ഫോർ എൻ എക്സാമ്പിൾ, എനിക്ക് ഓർമ്മയുണ്ട്, അത് 2019 തോന്നുന്നു സർ. 2019 അല്ലെങ്കിൽ 18 ആയിരിക്കും സർ. അത് സ്കെഡ്യൂൾ കാസ്റ്റ് സ്കെഡ്യൂൾ ട്രൈബ് അട്രോസിറ്റിയിൽ അതൊരു വലിയ പ്രശ്നമായിരുന്നു. ആ പ്രശ്നത്തിനെ വെച്ച് അവർ ഒരു അട്രോസിറ്റി ചെയ്തു. ആ സമയം എൻ്റെ അച്ഛനായിരുന്നു ഹെഡ് ആയിട്ടിരുന്നത്. ആംബുലോസ് പാസ്വാൻജി ആ സമയത്ത് ഗവൺമെന്റിനെ തന്നെയായിരുന്നു എതിർത്ത് നിന്നത് ഇവർക്ക് വേണ്ടി. ഈവൻച്വലി വിഡ്രോപ്പ് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. ആ ബില്ല് പാസ് ചെയ്യാൻ തന്നെ ലോക്സഭയും രാജ്യസഭയുടെ അവസ്ഥ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയായി. തീർച്ചയായിട്ടും ഇതിൽ പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടി ഉണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്നുള്ള അവസ്ഥയിൽ ഞാൻ തീർച്ചയായിട്ടും ഗ്യാരണ്ടി തരും സർ. ഈ ചിരാഗ് പാസ്വാൻ ഇവിടെ ഉള്ളവരെ ഒരു കഷ്ടപ്പെടുന്നവനും അവന്റെ റൈറ്റ്സ് ആരും തട്ടിപ്പറിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്നുള്ള കാര്യം ഞാൻ ഗ്യാരണ്ടി തരാം സർ. അതാണ് ഞാൻ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ലാലു പ്രസാദ് യാദവ് പറയുന്നത് രാംവിലാസ് പാസ്വാൻ സെക്യുലർ ആയിരുന്നു. പക്ഷേ നരേന്ദ്രമോദി മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വ്യക്തി. ഇദ്ദേഹത്തിന്റെ ഭരണത്തിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ട് പല കാര്യങ്ങളും നടക്കുന്നു, അവരെ പേടിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ സെക്യുലറിസവും എന്റെ സെക്യുലറിസത്തിന്റെ മനസ്സിലാക്കലും വേറെ രീതിയിലാണ് ഉള്ളത്. അദ്ദേഹം പറയുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ ഒരു മതത്തെ മാത്രം വെച്ച് രാഷ്ട്രീയം ചെയ്യുന്നത് സെക്യുലറിസം ആണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഒരു സെക്യുലറിസവും ഞാൻ വിശ്വസിക്കില്ല. ഇന്ത്യ എന്ന് പറയുന്നത് പല മതങ്ങളുള്ള ഒരു നാടാണ്. ഇതൊരു സെക്യുലർ കൺട്രി, ഇവിടെ കുറേ സെക്യുലറിസം ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ള കാര്യം. ഇത് പുറത്ത് കാണിക്കുന്നത് കൊണ്ടോ ഇല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം എന്താണെന്ന് നിങ്ങൾ തന്നെ നോക്കണം രജത് സാർ. ഞാൻ ഒരുപാട് ദൈവത്തിന് വിശ്വസിക്കുന്ന ആളാണ്, ഞാൻ ഒരുപാട് പൂജയും ചെയ്യുന്ന ഒരാളാണ്, ഞാൻ ദിവസം അമ്പലങ്ങളിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മറ്റു മതങ്ങളെ ഒന്നും ഡിസ്റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതല്ല അതിന്റെ കാര്യം. ഇവിടെ ഇന്ത്യയിൽ മാത്രമാണ് സാർ ഇതുപോലത്തെ ലിബർട്ടിയൊക്കെ ഉള്ളത്. ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ സാർ? ഈ ഒരു നാട്ടിൽ മാത്രമാണ് സാർ ഇത്ര സ്വസ്ഥമായിട്ടുള്ള ഒരു ഫ്രീഡം പോലും കിട്ടുന്നത്. ഓരോ മതമുള്ള ആൾക്കാരും ഓരോ രീതിയിൽ അങ്ങനെ പോവാം. അവരവരുടെ മതത്തിനെ അവരവർക്ക് നല്ലപോലെ റെസ്പെക്ട് ചെയ്യാം. പക്ഷേ ബീഹാറിൽ ലാലുജി അദ്ദേഹത്തിന്റെ സ്പീച്ച് കൊണ്ടും തേജസ്വി അദ്ദേഹത്തിന്റെ സ്പീച്ച് കൊണ്ടും എന്താണ് ആരോപിക്കുന്നതെന്ന് വെച്ചാൽ, രാമക്ഷേത്രത്തിന്റെ പേരിൽ നിങ്ങൾ വോട്ട് ചോദിക്കുന്നു എന്ന്. നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ശരി, പക്ഷേ ഇവര് ഏത് വെച്ചാണ് വോട്ട് ചോദിക്കുന്നത്? അവർ ഈ കാര്യം സംസാരിച്ചു അതിനെക്കുറിച്ച് മാത്രമല്ല വോട്ട് ചോദിക്കുന്നത്. ഒരിക്കലും ബീഹാറിൽ സംഭവിക്കുന്ന ഒരു കാര്യം വെച്ച് ഇവർ വോട്ട് ചോദിക്കാൻ വരത്തില്ലല്ലോ. രാമന്റെ അമ്പലം ഈ പ്രശ്നം കുറെ വർഷങ്ങളായിട്ട് പോകുന്നതാണ്. ഇത് പുതിയതായിട്ട് പറയാൻ ഒന്നുമില്ലല്ലോ. BJPയുടെ മാനിഫെസ്റ്റോയിൽ പോലും ഇത് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങളുടെ സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ വൺസ് ആൻഡ് ഫോർ ഓൾ എല്ലാ കാര്യവും തീർന്നിട്ടുണ്ട്. ഈവൻ ഇത് വെച്ച് പോലും ഓരോ ആൾക്കാർ ഓരോ രാഷ്ട്രീയം ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾ ഇതൊക്കെ പല വർഷങ്ങളായിട്ട് കാണുന്നതാണ്. ഞാൻ എന്റെ ചെറിയ പ്രായം തൊട്ട് കാണുന്നതാണ് സർ. തെരഞ്ഞെടുപ്പിൽ ഇറങ്ങുന്ന എല്ലാവരും തന്നെ രാമന്റെ അമ്പലത്തിനെ കുറിച്ചായിരിക്കും ചർച്ച. ഗ്രേറ്റ് 80s ശരി 90s ശരി, ഇങ്ങനെ നടന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പിലൊക്കെ രാമന്റെ അമ്പലത്തിനെ കുറിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നത്, ആർട്ടിക്കിൾ 370 കുറിച്ച് ഓർത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത്, ഹ്യൂമൻ റിസർവേഷനെ വെച്ചാണ് ഇവർ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ രാഷ്ട്രീയം വൺസ് ആൻഡ് ഫോർ ആൾ ഇതെല്ലാത്തിനും തന്നെ നല്ല ഉത്തരം കൊടുത്തിട്ടുണ്ട്. രാമന്റെ അമ്പലം കെട്ടിത്തീർന്നു, ആ കാര്യം തീർന്നു. ആർക്ക് വിശ്വാസമുണ്ടോ അവർ പോയി പ്രാർത്ഥിക്കാൻ പോകുന്നു. ഇവരെല്ലാവരും തന്നെ അതൊരു വലിയ ഈവന്റ് ആക്കിയെന്നാണ് പറയുന്നത്. ഭഗവാൻ രാം 500 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് പോകുന്നത് വിശ്വാസമുള്ളവർക്ക് ഇത് വലിയ കാര്യമല്ലേ സാർ? എന്നെ പോലത്തെ ആൾക്കാർക്കൊക്കെ ഇത് വലിയ കാര്യം തന്നെയാണ് സാർ. ഇവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ BJP വന്നതിന് ശേഷമാണ് ഇതെല്ലാം മാറ്റിയെടുത്തതെന്ന്. അവിടെ എത്ര BJPയുടെ മിനിസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറയാം. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഞങ്ങൾ കേട്ടിരുന്നു, താങ്കളും കേട്ട് കാണുമെന്ന് കരുതുന്നു. രാഹുൽ ഗാന്ധി എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ആ സ്ഥലത്ത് താങ്കൾ അമിതാഭ് ബച്ചനെ കണ്ടു കാണും, ഐശ്വര്യ റായിയുടെ ഡാൻസ് കണ്ടു കാണും, പക്ഷേ ഒരു പാവപ്പെട്ട വ്യക്തിയെ അവിടെ കാണാൻ സാധിക്കില്ലെന്ന്.
ഓ ഇവര് പോയിട്ടില്ല, അതുകൊണ്ട് ഇവർക്ക് ആരും ഐശ്വര്യ ഉണ്ടെന്ന് റായി അറിയത്തില്ലല്ലോ. അതെ, കാരണം ഇവര് പോയിട്ടില്ല. അവിടെ സാധു സമൂഹത്തിന് ചേർന്ന എല്ലാവരും തന്നെ, സമൂഹത്തിലുള്ള എല്ലാ ജാതിയിലുള്ള ആൾക്കാരും വരും. ഈ ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് കണ്ടല്ലേ നമ്മുടെ പ്രധാനമന്ത്രി സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നൊക്കെ പറയുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിലെ എല്ലാ ഫീൽഡിലും രാഷ്ട്രീയം ഉള്ളതെന്ന് ഞാൻ പറയാൻ പോകുന്നത്. അത് ഇൻഡസ്ട്രീസ് ആയിക്കോട്ടെ, ഇന്ത്യൻ സിനിമ പോലും ആയിക്കോട്ടെ. ഇന്ത്യൻ സിനിമ നമ്മുടെ നാട്ടിന് കുറെ നല്ല പേരെടുത്ത് തന്നിട്ടുണ്ട്. ഇത് റീസെന്റ് ടൈംസ് ആയിട്ടുള്ളതാണ്. രാഷ്ട്രീയം ഇത് ഒരിക്കലും ഒന്നിപ്പിക്കരുത്. അവർ ഒരിക്കലും ഇതിനു വേണ്ടി മാത്രം ഈ പ്ലാറ്റ്ഫോമിലോട്ട് വിളിക്കാൻ പാടില്ല. ഈ സമൂഹത്തിലുള്ള പണമുള്ള ജനങ്ങളെയും പണം ഇല്ലാത്ത ജനങ്ങളെയും ഇതെല്ലാരെയും ഒരുമിപ്പിച്ച് ഒരു വഴി നടത്തുന്നതാണ് ഈ സബ്കാ സാത്ത് സബ്കാ വികാസ്. താങ്കൾ എത്രത്തോളം സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറഞ്ഞാലും താങ്കൾക്ക് വളരെ നന്നായിട്ട് അറിയാം, ബീഹാറിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ചേർന്നവരെല്ലാവരും അവരുടെ വോട്ട് ലാലു പ്രസാദ് യാദവിനാണ് നൽകുന്നത്, അല്ലാതെ RJDക്ക് അല്ല. ഇല്ലില്ല, അങ്ങനെയൊന്നും പോകത്തില്ല. എന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് ഞാൻ പറയുന്നത്. അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? അതിലൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ എന്റെ ലോക്സഭയുടെ ഇലക്ഷൻ തന്നെ എക്സാമ്പിൾ ആയിട്ട് പറയാം. അതിനു വേണ്ടി 2014 പിന്നെ 2019 ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, പ്രൂഫും കൊണ്ടാണ് ഈ പറയുന്നത്. 2 പ്രാവശ്യവും മുസ്ലിംസ് എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, യാദവ്സ് എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. സാർ, ഞാൻ ഈ മതമോ അല്ലെങ്കിൽ ജാതി വെച്ചുള്ള വോട്ടൊന്നും ഒരിക്കലും വിശ്വസിക്കത്തില്ല. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല സാർ, എന്തിനു വേണ്ടിയാണ് ബിഹാരീസിനെ മാത്രം മുസ്ലിം ബിഹാരി, ഫോർവേഡ്, ബാക്ക്വേർഡ് ബിഹാരി എന്നൊക്കെ വിളിക്കുന്നത്? അവര് ബിഹാരീസ്, അത്രേ ഉള്ളൂ. ഞാൻ ആരെ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ബിഹാറിൽ മാത്രമുള്ള 13 കോടിക്ക് മേലെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യ അത്ര വലിയൊരു വളർന്ന നാടായിട്ട് നമുക്ക് മാറ്റണമെങ്കിൽ ഇത് കൂട്ട് കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പുറത്ത് വന്നേ പറ്റൂ. ജാതി മതവും ഭേദവും എല്ലാ കാര്യത്തിൽ നിന്നും നമ്മൾ പുറത്ത് വന്നേ പറ്റൂ സാർ. ജനങ്ങളിലുള്ള ഒറ്റ വ്യത്യാസം എന്ന് വെച്ചാൽ ഒരാൾ പണക്കാരനും ആ പണക്കാരനും ആവുന്നു, കഷ്ടപ്പെടുന്നവൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ശരിക്കും നമ്മുടെ നാട് വളരണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരു ഡെവലപ്ഡ് കൺട്രി ആക്കണമെന്ന് വിചാരിച്ചാൽ പൈസ ഉള്ളവനും ഇല്ലാത്തവനും ഉള്ള വ്യത്യാസം നമ്മൾ മാറ്റിയേ പറ്റൂ. അതെങ്ങനെയാന്ന് വെച്ചാൽ പൈസ ഇല്ലാത്തവന്റെ മുകളിലോട്ട് കൊണ്ടുവന്ന് അവന്റെ ഈ കഷ്ടപ്പാട് മാറ്റണം. പൈസ കൂടുതലുള്ളവരുടെ പൈസ ഒക്കെ എടുത്ത് പണം ഇല്ലാത്തവരുടെ കയ്യിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അത് നമ്മുടെ ജനങ്ങൾക്കും ഈ നാടിന് വേണ്ടി, ഈ സൊസൈറ്റിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. സാർ, എന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നവരാത്രിയുടെ അന്ന് തേജസ്വി യാദവ് മീൻ കഴിക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? സർ, ആദ്യത്തെ കാര്യം തന്നെ എന്താന്ന് വെച്ചാൽ ആരെന്ത് കഴിക്കണം ആരെന്ത് കഴിക്കണ്ട, അവരവരുടെ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുന്നതിലൊന്നും നമ്മൾ തലയിടാൻ പാടില്ല. ഇതാണ് സർ. നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ കഴിക്കാൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. പ്രോബ്ലം അറൈസസ് വെൻ നിങ്ങളത് പുറത്ത് കാണിക്കുമ്പോഴാണ്. നിങ്ങൾ എങ്ങനെയാണ് ആ മീനിനെ കഴിക്കുന്നത്, അതിൻ്റെ ഒപ്പം എന്തൊക്കെയാണ്, കുറേ ജ്യൂസ് ബോട്ടിൽസ് അതിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് അതിൽ. ഇത് വാട്ടർമെലൺ ജ്യൂസ്, ഇത് ഓറഞ്ച് ജ്യൂസ്, ഇങ്ങനെ കുറേ ഒരുപാട് ഞങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇതങ്ങനെയാ, ഇതിങ്ങനെയാ, ഇത് ചൂടിൽ നിന്ന് നമ്മളെ രക്ഷിക്കും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഉള്ള. നിങ്ങളിത് ആർക്ക് വേണ്ടിയാണ് കാണിക്കുന്നത്? നമ്മുടെ നാട്ടിൽ, നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു വലിയ കമ്മ്യൂണിറ്റി തന്നെ 2 നേരം ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നും. നമ്മുടെ കൂടെ ഒരു രാഷ്ട്രീയത്തിലുള്ള കൂട്ടുകാരനുണ്ട്, അദ്ദേഹം ഇത് കണ്ടാൽ ഇപ്പോഴും വിഷമിക്കുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് വേണമെന്ന് വെച്ച് ചെയ്യുന്നല്ലേ. അപ്പം നിങ്ങളുടെ ഇന്റൻഷനും ഇത് തന്നെയായിരുന്നു. അത് തന്നെ നിങ്ങളൊരു വലിയ അതായത് ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ നാണം കെടുത്തുന്ന രീതിയിലാണ് ഉള്ളത്. അത് മാത്രമല്ലാണ്ട് ഒരു നാണം കെടുത്തുന്ന രീതിയാണ് ഇത് തന്നെ ശരിക്കും. നവരാത്രിയുടെ ആദ്യത്തെ ദിവസം വളരെ അത്യാവശ്യമാണ്. കാരണം അന്ന് ഞാനൊരു പൂജയൊക്കെ ചെയ്തതാണ്. ഫസ്റ്റ് തിങ് ഐ സി ആവുന്ന ഇന്റർനെറ്റ്, അതായത് ആരോ കയ്യിൽ ഒരു മീനൊക്കെ വെച്ചിട്ടുള്ള പോലെ, ഹെലികോപ്റ്ററിൽ ഇരുന്ന് അദ്ദേഹം കഴിക്കുന്ന പോലെ വീഡിയോ ആദ്യത്തെ ദിവസം തന്നെ എടുത്താൽ ആ ദിവസം തന്നെ അത് ആക്റ്റീവായിട്ട് അവർ പോസ്റ്റ് ചെയ്യുന്നില്ല. എന്താ അത്ര ഡീആക്ടിവേറ്റ് ആയിപ്പോയി അന്ന് മാത്രം? നവരാത്രിയുടെ ആദ്യത്തെ ദിവസം തന്നെ എന്തുകൊണ്ട് ഇത് പോസ്റ്റ് ചെയ്യണം? സോ ദിസ് വാസ് ആബ്സല്യൂട്ട്ലി നോട്ട് ഫോൾട്ട് ഫോർ. ഇതുപോലത്തെ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്ക് അറിഞ്ഞില്ല. ചിരാഗ്, അവരെന്താ പറയുന്നത് വെച്ചാൽ, ഒരുപക്ഷെ BJP ഈ പ്രാവശ്യം ജയിക്കുകയാണെങ്കിൽ എന്ത് കഴിക്കണമെന്ന് മോദിജിയാണ് തീരുമാനിക്കുന്നത്. ഉറപ്പായിട്ടും. എന്ത് കുടിക്കണം എന്ത് ധരിക്കണമെന്ന് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. ഒരു 3 പ്രാവശ്യം അദ്ദേഹം ഗുജറാത്തിലെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം ഗുജറാത്തിൽ ചീഫ് മിനിസ്റ്റർ ആയപ്പോഴും അങ്ങനെ ചെയ്തില്ല, പിന്നെ പ്രധാനമന്ത്രി ആയിട്ട് അങ്ങനെ ചെയ്തില്ല. ഇതൊക്കെ എങ്ങനത്തെ സംസാരമാണ് സാർ? നമ്മുടെ അടുത്ത് സംസാരിക്കാൻ വാക്കുകളില്ലെങ്കിൽ, നമ്മുടെ വിരലെടുത്ത് ഇങ്ങനെ ഒരാളെ പോയിന്റ് ഔട്ട് ചെയ്ത് കാണിക്കുവാണെങ്കിൽ മറ്റുള്ള എല്ലാ വിരലും നിങ്ങളെ നോക്കി തന്നെ ഇരിക്കുന്നത് സാർ. നിങ്ങളുടെ അടുത്ത് ഒരുപാട് സമയം ഉണ്ടെങ്കിൽ, രാഷ്ട്രഭരണത്തിൽ ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് നിങ്ങൾ വന്നെങ്കിൽ വെച്ചാൽ, നിങ്ങളുടെ പാർട്ടിയും നിങ്ങളുടെ കുടുംബമൊക്കെ ബീഹാറിൽ പല വർഷങ്ങളായിട്ട് ഒരു സ്ഥാനത്തു നിന്നാണ് ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ വിചാരിച്ചെന്നാൽ പല കാര്യം ഇംപ്രവൈസ് ചെയ്തിരിക്കാം സാർ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി 90s ഈ കാര്യം വളരെ മോശമായിരുന്നെന്ന് ഞാൻ പറയത്തുള്ളൂ സാർ. 90s ബീഹാറിൽ കാട്ടുരാജാവിന്റെ ഭരണമായിരുന്നു കൂടുതലെന്ന് പറഞ്ഞപ്പോൾ, ഇന്നും എൻ്റെ ഒരു ഫ്രണ്ട്, അദ്ദേഹം പണി കിട്ടി അന്ന് പുറത്തു പോയപ്പോൾ അദ്ദേഹം വേറെ ഏതോ സ്ഥലത്ത് പോയിട്ട് അവിടെ തന്നെയായിരുന്നു പണിയെടുത്തോണ്ടിരുന്നത്. അത് മാത്രമല്ലാണ്ട് അദ്ദേഹം അവിടെ തന്നെ പണിയെടുത്തു, അവിടെ തന്നെ വീട് മേടിച്ചു, പിന്നെ കൊച്ചുങ്ങളൊക്കെ ജനിച്ചിട്ട് പിന്നെ അദ്ദേഹം അവിടെ തന്നെ പോയി സെറ്റിലായി. ഇന്ന് കൊറോണ പോലത്തെ പാൻഡമിക് ഒക്കെ വരുമ്പോൾ എമിഗ്രൻസ് ആയിട്ട് അവരെ പുറത്തുനിന്ന് വിളിച്ചോണ്ട് വരുവാണ്. അവരെയാണ് എമിഗ്രൻസ് എന്നും പറയുന്നത്. ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ആരാണ് സാർ ക്രിയേറ്റ് ചെയ്തത്? പറയൂ സാർ. സാർ, ഇവരുടെ അടുത്ത് അതിനുള്ള ഉത്തരവൊന്നും ഇല്ല സാർ. ഇതുപോലത്തെ ഒരിക്കലും വർക്കാവാത്ത കാര്യത്തിനെ കുറിച്ചാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മോദിജി 3ാമത്തെ പ്രാവശ്യം വന്നാൽ ജനകീയ നശിക്കും, നാടൊക്കെ പോകും. അദ്ദേഹം ഇന്നലെയും വന്നതല്ല, 2000 തൊട്ട് ടോപ്പ് പൊസിഷനിലുള്ള ഒരാളാണ്. ഒരു രാജ്യത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. ഇന്ന് വരെ അദ്ദേഹം അങ്ങനെ തന്നെയാണ്. ആ സ്റ്റേറ്റിൽ ഒരു പ്രശ്നവും നടന്നിട്ടില്ല, ഇന്ന് ഇവിടെയും നടക്കുന്നുമില്ല.
അങ്ങനെയാണെങ്കിൽ 400 സീറ്റ് കടക്കും. 100%. 100%. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം? സർ, ഞങ്ങൾക്ക് അറിയാം നിങ്ങൾ കങ്കണ മാഡം കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോ കങ്കണ മാഡം കൂടെ ഇപ്പോ രാഷ്ട്രീയത്തിലേക്ക് വന്നിരിക്കുകയാണ്. പിന്നെ സർ, നിങ്ങളുടെ സൈഡിൽ നിന്ന് മാമിന് എന്തെങ്കിലും ടിപ്സ് എന്റെ കൊടുക്കണമെങ്കിൽ എന്തായിരിക്കും പറയുക? കങ്കനാജിയെ എനിക്ക് പേഴ്സണലായിട്ട് നല്ല രീതിക്ക് അറിയാം. അവർക്ക് പേഴ്സണലായിട്ട് ഒരു ടിപ്സും കൊടുക്കേണ്ട ആവശ്യമില്ല. അത്രേ ഉള്ളൂ. ഞാൻ ഒരുപാട് ഇങ്ങനത്തെ റിസ്ക് ഒന്നും എടുക്കത്തില്ല. അവർക്കത് നല്ല രീതിക്ക് അറിയുകയും ചെയ്യാം. അവർക്ക് ഏതാ നല്ലത് ഏതാ ചീത്ത എന്നൊക്കെ രാഷ്ട്രീയ രീതിക്ക് അറിയാം. വേറെ എന്താ, അത്രേ ഉള്ളൂ.